സാംസ് 91 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അതിന് ബാക്കി പ്രതിവായിട്ട് വായിക്കാം. അതിൻ്റെ അവസാനത്തെ രണ്ട് വാക്യങ്ങളെ ലാസ്റ്റ് ടു വേർഡ്സ് വി വിൽ റീഡ് ടുഗദർ. സാംസ് 91. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തനെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നിന്റെ വശത്തെ 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. യഹോവേ, നീ എൻ്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടവൻ അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. സിംഹത്തിന്മേലും മണലിന്മേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെ നീ മെതിച്ചു കളയും. അടുത്ത രണ്ട് വാക്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് വായിക്കാം. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എൻ്റെ രക്ഷയെ അവനെ കാണിച്ചു കൊടുത്ത് നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാ ദൈവമക്കളും ആത്മാർത്ഥമായി ശബ്ദമുയർത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ നടത്തിയ ദൈവത്തെ ഒരുമിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. സഭയായി ചെയ്ത എല്ലാ നന്മകളെ ഓർത്തുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയിലിരിക്കാം എല്ലാ പ്രിയപ്പെട്ടവരും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഈ വിശുദ്ധ ആരാധനയിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ ദാസന്മാർക്കും എൻ്റെ പ്രത്യേക വന്ദനം അറിയിക്കുന്നു. ചില ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് ഒരുമിച്ച് ഇന്ന് നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ സ്തുതിപ്പാൻ ദൈവം നമുക്ക് തന്ന നല്ല സാവകാശത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ചെയ്ത നന്മകളെയും ഉപകാരങ്ങൾക്കായി സ്തോത്രം. അനേക പ്രിയപ്പെട്ടവർ രോഗികളായിരുന്നു, പലർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. പല പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാരെ അമേരിക്കയുടെ വിവിധ ഫലങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഇന്ന് പകൽക്കാലം ഹാലിൽ നമുക്കും ദൈവസന്നിധിയിലെ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും സന്തോഷമുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിപ്പാനും ദൈവം തന്ന സാവകാശത്തിനായി ഞാൻ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. 91 സങ്കീർത്തനം നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കാണാതെ അറിയാവുന്ന ഒരു സങ്കീർത്തനമാണ്. സ്തോത്രം. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് രാഷ്ട്രീയക്കാരും മറ്റു മതക്കാരുമാണ്. പ്രൈസ് ദി ലോർഡ് അല്ലേ? നമ്മുടെ പ്രതിപക്ഷ നേതാവൊക്കെ ഇതെന്താ കത്തോലിക്ക ട്രാൻസ്ലേഷൻ ഇതിൻ്റെ വായിക്കണം. POC ബൈബിളിൻ്റെ ട്രാൻസ്ലേഷന് ഇച്ചിരൂടെ ക്ലിയറാണ്. സ്തോത്രം. അത് വായിച്ചുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ. അത് വലിയ വേദ പണ്ഡിതന്മാരാണ് ട്രാൻസ്ലേറ്റ് എഴുതിയിരിക്കുന്നത്. എല്ലാ ലോകം മുഴുവൻ വലിയ പൊട്ടിത്തെറിയുടെ ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുക അല്ലേ? സ്തോത്രം. പല പ്രിയപ്പെട്ടവരെന്നോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഈ ഫോൺ കൊണ്ട് നടക്കും? കാരണം ഏത് സമയത്ത് ഈ ഫോൺ പൊട്ടിത്തെറിക്കുന്ന അറിയത്തില്ല. ഈ ബോംബിനേക്കാളും പവറാണ് അല്ലേ? സ്തോത്രം. സെൽഫോണ് പണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പേജർ, ഞങ്ങളൊക്കെ ഈ ഫീൽഡ് റെപ്രസെൻറ്റേറ്റീവ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പേജറാണ് തന്നുകൊണ്ടിരുന്നത്. പേജർ, നിസ്സാരമായ പേജറാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. പേജർ പൊട്ടിത്തെറിച്ച കണ്ണുകൾ തെറിച്ചു പോകുന്നു, അസ്ഥികൾ കാണത്തക്ക രീതിയിൽ. സ്തോത്രം. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ വെന്ത് ഉരുകുന്നു. ഓക്കിട്ടോക്കികളെ, വെള്ളം കുടിക്കുന്ന കുപ്പികൾ. സ്തോത്രം. ഇതിങ്ങനെ വല്ലാത്ത ഒരു ലോകത്തിൽ മനുഷ്യൻ പരിഭ്രാന്തരായിക്കൊണ്ടിരിക്കുക. പലരും എന്നോട് പല ചോദ്യങ്ങൾ ചോദിച്ചു. സ്തോത്രം. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അറ്റാക്ക് നടക്കാൻ പോകുന്ന ബയോളജിക്കൽ വെപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്തോത്രം, കമ്പ്യൂട്ടറിൽ കൂടി തന്നെ ബയോളജിക്കൽ വെപ്പൺ അയച്ച് നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മൾ ഉപയോഗിക്കുന്ന സാൻഡ്വിച്ച്, മക്ഡൊണാൾഡ്സിൽ നിന്ന് വെച്ചിട്ട് മേടിക്കുമ്പോഴായിരിക്കും ഇത് കയറി പിടിക്കുന്നത്. ഇത് കഴിക്കുമ്പോൾ അന്നേരം കൊളാപ്സാവും, അന്നേരം മരിക്കത്തില്ല, മാരകമായ അസുഖങ്ങളിലേക്ക് വിടും. പ്രൈസ് ദി ലോർഡ്. ഇതിനെല്ലാം മധ്യേ പലരും പറഞ്ഞ് ഇനിയും ഫോൺ ഉപയോഗിക്കുന്നില്ല, ഫോൺ ഉപയോഗിക്കുക ഇനി പോയി പഴയ രീതിയിലുള്ള ഫോൺ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറയും അതും പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവമക്കളെ, സ്തോത്രം. ഞാനൊരു വിഷയം പറയാം. 91 സങ്കീർത്തനത്തിൽ എന്താ പറയുന്നത്? അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും
സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതലിന് സ്തോത്രം. ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഈ സങ്കീർത്തന ഭാഗം എടുത്ത് നോക്കി. ഈ സങ്കീർത്തനം വേദശാസ്ത്രിമാരുടെ അഭിപ്രായം അനുസരിച്ച് മോശ എഴുതിയെന്ന 90-ാം സങ്കീർത്തനം മോശ എഴുതിയതാണ്. അപ്പോൾ അവർ ടൈറ്റിൽസ് ഒന്നുമില്ലാത്തത് കൊണ്ട് ഇത് മോശ തന്നെ എഴുതിയെന്നാണ് പറയുന്നത്. ഇത് പ്രത്യേകമാകുന്ന ഇസ്രായേലിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ഒന്നിൽ കടിഞ്ഞൂൽ സംഹാരം നടക്കുമ്പോൾ ഇത് എഴുതിയെന്ന് പറയുന്നുണ്ട്. ഇല്ല, മോശ പിച്ചള സർപ്പത്തെ ഉയർത്തുന്ന സമയത്ത് ഇത് എഴുതിയെന്ന് വേദശാസ്ത്രിമാർ പറയുന്നുണ്ട്. ഏതായാലും വലിയൊരു സംഭവം നടക്കുന്ന സമയത്താണ് ഇത് എഴുതിയത്. നിങ്ങൾ ഈ സങ്കീർത്തൻ്റെ ആദ്യ ഭാഗം നമ്മളെല്ലാവരും ഈ സങ്കീർത്തനം വായിച്ചിട്ടുള്ള കുറഞ്ഞതൊരു 25 പ്രാവശ്യമെങ്കിലും വായിച്ചവരുണ്ട് അല്ലേ? ഇപ്പം പല പ്രിയപ്പെട്ടൊരു സ്വപ്നം കിട്ടാതിരിക്കാനാണ് വായിക്കുന്നത്. വേദോത്സവം എന്ന് പറയുന്നത് തുറക്കാത്ത പെന്തക്കോസുകാരാ ഒരു 90%. സ്തോത്രം. അത് പേടിക്കാതിരിക്കാനും ജോലിക്ക് പോകുന്ന സമയത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ അല്ലേ, സ്തോത്രം, ചിലർ ഡ്രൈവ് ചെയ്യുമ്പോൾ പേടിക്കാൻ ഒന്നും സംഭവിക്കാതിരിക്കാൻ പെട്ടെന്ന് ഇതെടുത്ത് വായിക്കും. നിങ്ങൾ ആ സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗം ഒന്ന് നോക്കിക്കുക. സ്തോത്രം. ഇവിടെ ദൈവത്തെ 3 ടൈറ്റിൽസിലല്ല പരിചയപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. 3 ടൈറ്റിൽസിൽ ആദ്യത്തെ ഭാഗം നോക്കിയാൽ നമ്മൾ ഈ സങ്കീർത്തനം ചുമ്മാ സ്പീഡിൽ എങ്ങനെ വായിച്ചു. ഒന്ന് എലോഹി, എന്തുവാ? എലിയോൺ, ദൈവം. സ്തോത്രം. അത്യുന്നതന. എലോഹി എൽഷദാദിയാണ്, ദൈവം സർവശക്തന. പിന്നെ സ്തോത്രം, എലോഹി ആരാ? യാഹ്വേ, ലോർഡ്. നിങ്ങൾക്ക് മനസ്സിലായോ? ചുമ്മാ ഈ സങ്കീർത്തനം വായിച്ചുകൊണ്ട് പോയാൽ ഈ മർമ്മം പിടികിട്ടുമോ? സ്തോത്രം. അതുകൊണ്ട് നിർത്തി നിങ്ങൾ ഇന്ന് മുതൽ ഓരോ വാക്യങ്ങൾ വായിച്ചാൽ മതി. എന്നിട്ട് അത് ചിന്തിക്കണം വരുന്നത്. സ്തോത്രം. ദൈവം ആരാ? 3 ടൈറ്റിൽസാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന്, ദൈവം അത്യുന്നതന. സ്തോത്രം. ദൈവമാരാണ്? സർവശക്തന. ദൈവമാരാണ്? സ്തോത്രം. ലോർഡ്. സ്തോത്രം. യാഹ്വേ. സ്തോത്രം. ഈ 3 പേരുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ, യാഹ്വേ എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവമെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നോക്കാം, അതിൻ്റെ താഴോട്ട് ഏതാണ്ട് 23 അനുഗ്രഹങ്ങളാണ് ഞാൻ എണ്ണിയിട്ട് കേട്ടോ. ചിലപ്പോൾ അതിൽ കൂടി കാണും കേട്ടോ. 23 അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 23 അനുഗ്രഹവും നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ അത്യുന്നതനായ ദൈവത്തിൻ്റെ മറവിലും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ചുമ്മാ ഈ സങ്കീർത്തനം വായിച്ചുകൊണ്ട് കാര്യമില്ല കേട്ടോ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും പ്രാപിക്കണമെങ്കിൽ ഈ അത്യുന്നതൻ്റെ നിഴലിൻ കീഴിൽ പ്രാപിക്കണം, മറവിൽ വസിക്കണം. സ്തോത്രം. എലിയോൺ. ഞാനതിൻ്റെ 1-2 വാക്യങ്ങൾ ആദ്യത്തെ ആ ഭാഗം മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ഞാൻ സാധാരണ സങ്കീർത്തനം വായിച്ചാൽ ആദ്യം മുതൽ ചുമ്മാതെ പറഞ്ഞു പോകുന്ന ആ പരിപാടി എനിക്കില്ല. കാരണം എന്തെങ്കിലും പറഞ്ഞാൽ ജനത്തിന് മനസ്സിലാകണം. ആ രീതിയിൽ ഞാൻ ശുശ്രൂഷിക്കാറുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കേ, ആദ്യത്തെ വാക്യം എന്താ? 1, സ്തോത്രം, അത്യുന്നതൻ, എലിയോൺ. ഈ എല്ലെന്നുള്ള എബ്രായ പദം ഇയെല്ലും അറബിയിലെ എല്ലും ഇത് രണ്ടും ഒന്നാണ്. അറബി ഭാഷ ഇച്ചിരി അറിയാവുന്നവർക്കറിയാം. സ്തോത്രം. ഏത് നാമത്തെയും ഇച്ചിരിയുടെ ബഹുമാനപൂർവമാക്കുന്നതാണ് ഈ 2 വാക്കുകൾ. നമ്മുടെ ഈ മിസ്റ്റർ എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കത്തില്ലേ? സ്തോത്രം. മലയാളത്തിൽ ശ്രീമാൻ എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. അതുപോലെ തത്തുല്യമായ ഭാഗങ്ങളാണ് കാണുന്നത്. ഈ എല്ലോലിയോൻ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഹൈ, നാം സേവിക്കുന്ന ദൈവം. സ്തോത്രം. നാം മറവിൽ വസിക്കുന്ന ദൈവം ആരാണ്? അവൻ എല്ലാ നാമങ്ങളുടെയും മുകളിലായി പാർക്കുന്ന മോസ്റ്റ് സലഡിയ ഉന്നതനായ ദൈവമാണ്. ഈ ദൈവത്തിൻ്റെ മറവിലാണ് നാം വസിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, ഈ ദൈവത്തിൻ്റെ മറവിൽ വസിക്കുന്ന ഒരു വ്യക്തിക്കും,
സ്തോത്രം. അവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്, വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്ന് അല്ലേ താഴോട്ട്. അതെ, POC ബൈബിൾ എഴുതിയേക്കെന്ന് അറിയാമോ? വേടൻ്റെ കെണിയിൽ നിന്ന്. സ്തോത്രം. അത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫോണിൽ തന്നെ കിട്ടും. POC മലയാളം ബൈബിളോടൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ടൊന്ന് വായിക്കണം. അപ്പം കുറച്ച് ഒത്തിരി ആഴങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ ഭാഷയെന്ന് പറഞ്ഞാൽ ഇത്തിരി കട്ടിയുള്ള മലയാള ബൈബിൾ എഴുതിയിരിക്കുന്നത്, ചിലവ് മനസ്സിലാകത്തില്ല. അപ്പോൾ ദൈവമക്കളെ സ്തോത്രം, നമ്മുടെ ദൈവം ആരാണ്? അവൻ അത്യുന്നതന. സ്തോത്രം. ഈ 27 അനുഗ്രഹങ്ങൾ താഴോട്ട് പറഞ്ഞിട്ടുണ്ട്. 2 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ 16 വരെയുള്ള വാക്യങ്ങളിൽ 27 അനുഗ്രഹങ്ങളാണ് ഞാൻ എണ്ണിയിട്ട് കാണും. നിങ്ങൾ ചിലപ്പോൾ എണ്ണിയാൽ അതിൽ കൂടി കാണാം, ചിലപ്പോൾ അതിൽ കുറഞ്ഞായിരിക്കാം. സ്തോത്രം. ഇത് പ്രാപിക്കണമെങ്കിൽ ഈ അത്യുന്നതൻ്റെ മറവിൽ നാം വസിക്കണം. ചുമ്മാ രാഷ്ട്രീയക്കാരൊക്കെ കയറി സ്റ്റേജിൽ കയറിയിട്ട് പ്രതിപക്ഷ നേതാവൊക്കെ ഇതങ്ങ് അടിച്ചങ്ങ് വിടുകല്ലേ. പക്ഷെ ഒരു കാര്യമാണ്, ഈ മറവിൽ വസിക്കാത്തവർക്ക് യാതൊരു അനുഗ്രഹവും കിട്ടത്തില്ല. സ്തോത്രം. റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. നേരെ അത്യുന്നതനായ ദൈവം. സ്തോത്രം. ഈ ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിച്ചിങ്ങോട്ട് വരുമ്പോഴേ ഈ മൽക്കിസദേക്ക് ആരാധിച്ചുകൊണ്ടിരുന്ന ആരെയാണെന്നറിയാമോ? അത്യുന്നതനായ ദൈവത്തെയാണ്. മൽക്കിസദേക്ക് ആരായെന്നറിയാമോ? അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു. സ്തോത്രം. അബ്രഹാമിനെ അനുഗ്രഹിച്ചപ്പോൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചത്. അതുപോലെ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ ഈ അത്യുന്നതനായ ദൈവം ആരാന്നറിയോ? അത് യഹോവയാം ദൈവമെന്ന് ക്ലിയറായിട്ട് എഴുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. മികാപ്രവചനം 6:6, ഞാൻ യഹോവയുടെ സന്നിധിയിൽ അത്യുന്നതൻ്റെ മുമ്പാകെ കുമ്പിടും. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ ജനമെല്ലാം വളരെ ഭാരപ്പെട്ടിരിക്കുക. കാരണം ഉസിയാവിനെ പോലെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഇത്രയും ശ്രേഷ്ഠനായ ഒരു ഭരണകർത്താവില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണശൈലി ഒന്ന് പഠിക്കേണ്ടതാണ്. അവരുടെ ഏറ്റവും വലിയ ഡിഫൻസിൻ്റെ ഏറ്റവും അത്യുച്ച കോടതിയിൽ പുതിയ മിഷണറീസ് കണ്ടുപിടിച്ച് കൃഷി വകുപ്പ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഏറ്റവും അത്യുന്നതമായ നിലയിൽ നിൽക്കുമ്പോഴാണ് ഉസിയാവ് മരിക്കുന്നത്. ജനം വളരെ ഭാരപ്പെട്ടു. അപ്പോഴാ ദൈവത്തിൻ്റെ ദാസനായ യെശയ്യാവ് ഒരു ദർശനം കാണുക. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ ദൈവം ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിലിരിക്കുന്നു. നാം സേവിക്കുന്ന ദൈവം, നമ്മൾ മറവിൽ വസിക്കുന്ന ദൈവം ആരാന്നറിയാമോ? അവൻ അത്യുന്നതനാണ്. എല്ലാ രാജാക്കന്മാർക്കും മുകളിലായി സകല ഭൂരാജാക്കന്മാരുടെ മുകളിൽ സിംഹാസനം വെച്ചിട്ട് ഒരുവനുണ്ടെങ്കിൽ അത് അത്യുന്നതനായ ദൈവമാണ്. നാം സേവിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണ്? സ്തോത്രം. നാം സേവിക്കുന്ന ദൈവം അവൻ അത്യുന്നതനായ ദൈവമാണ്. എല്ലാ സിംഹാസനത്തിൻ്റെ മുകളിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യവും ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ രാജ്യമായ നാം പാർക്കുന്ന ഈ രാജ്യത്തിലെ നമ്മുടെ പ്രസിഡന്റിനെക്കാളും ഉന്നതനായ സിംഹാസനം വെച്ചിരിക്കുന്നവനുണ്ടെങ്കിൽ ആരാന്നറിയാവോ? ഈ അത്യുന്നതനായ ദൈവമാണ്. അവനാണ് സകലതും കൺട്രോൾ ചെയ്യുന്നത്. ദൈവമക്കളെ, ഈ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് തന്ന സാവകാശം ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ജനിച്ചു കഴിഞ്ഞപ്പോൾ ആട്ടിടയന്മാർ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗീയ ദൂതന്മാർ പാടിയ പാട്ടെന്തവാ? അത്യുന്നതനായ ദൈവത്തിനു മഹത്വം. സ്തോത്രം. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള ദൈവം പ്രിയപ്പെട്ടവർക്ക് എന്തുവാ? സമാധാനം അനുഭവിക്കണമെങ്കിൽ എന്തുവാ? ദൈവപ്രസാദം വേണം. അതിൻ്റെ അർത്ഥം പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിൻ്റെ സുവിശേഷം 1:32, യേശു വലിയവൻ, അവൻ അത്യുന്നതനാണ്. പിന്നെ ഈ അത്യുന്നതൻ എന്ന് പറയുന്ന വിഷയം പഠിക്കണമെങ്കിൽ എവിടെ ചെല്ലണമെന്നറിയാവോ? നിങ്ങൾ സമയമുള്ളപ്പോൾ ദാനിയേൽ പ്രവചനത്തിലോട്ട് കയറണം. സ്തോത്രം. ദാനിയേൽ പ്രവചനം മുഴുവനും അത്യുന്നതനായ ദൈവത്തെ വരച്ച് കാണിച്ചേക്കുക. നെബൂഖദ്നേസർ രാജാവ് നമ്മുടെ പിള്ളേരോട് ഒരു ചോദ്യം ചോദിച്ചു. സ്തോത്രം. എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന ദേവൻ ആരെന്ന്. പിള്ളേർ പറഞ്ഞു, രാജാവ് ഉണ്ടാക്കിയ ഈ വിഗ്രഹത്തെ
ഞങ്ങളാരാത് വിടിവിച്ചാലും വിടിവിച്ചില്ലെങ്കിൽ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. കാരണം ഞങ്ങൾ യഹൂദനാ. ഞങ്ങൾ കരയും കടലും ഉണ്ടാക്കി ഏലോഹി അല്ലാതെ വേറെ ആരെ ആരാധിക്കത്തില്ല, മുട്ടുമടക്കത്തില്ലെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ നിന്ന് വിടിവിക്കുന്നവനാണ്. ഇച്ചിരി കഴിഞ്ഞ് നിങ്ങൾ നോക്കിക്കേ, സ്തോത്രം. ഇച്ചിരി കഴിഞ്ഞ് 3-ാം അധ്യായം 26 നെബൂഖദ്നേസർ എരിയുന്ന തീച്ചൂളയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞത് എന്തുവാ? അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരായ ശദ്രക്കെ, മേശക്കെ, അബേദ്നെഗോവേ വെളിയിൽ വരാൻ. സ്തോത്രം. ഈ ദൈവം ആരാ? നാം സേവിക്കുന്ന ദൈവം ആരാ? ചുമ്മാതെ കടന്നു വന്നതല്ല. ഈ ദൈവത്തെ സേവിപ്പാൻ നമ്മുടെ ദൈവം ആരെന്ന് ശരിക്ക് രുചിച്ചറിഞ്ഞിട്ടാണ് ഇന്ന് വന്നത്. സ്തോത്രം. ഒരു വാക്കിൽ അവരിമാമയൊന്ന് വായിച്ചു തന്നേ. സ്തോത്രം. സഭാപ്രസംഗി 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. സഭാപ്രസംഗി 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. സഭാപ്രസംഗി 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ. ഒരു സംസ്ഥാനത്ത് ദരിദ്രനെ പീഡിപ്പിക്കുന്നതും നീതി ന്യായവും എടുത്ത് കളയുന്നത് കണ്ടാൽ നീ നിങ്ങൾ ഭാരപ്പെടരുത്. അന്യായം കണ്ടു കഴിഞ്ഞാൽ ഭാരപ്പെട്ടു പോകരുത്. ഉന്നതനുമീതേ, നിന്റെ ബോസിനുമീതെ. നീ ജോലി ചെയ്യുമ്പോൾ നിന്റെ ബോസ് നിന്നോട് അന്യായമായി ഇടപെട്ടെങ്കിൽ, നമുക്കറിയാമല്ലോ നമ്മുടെ ഇവിടെയൊക്കെ ഈ പാർഷ്യാലിറ്റി ഒത്തിരി കാണിക്കും. ഇത് കണ്ടൊന്നും ഭാരപ്പെടരുത്. ഉന്നതനുമീതേ, ഉന്നതനും അവർക്കുമീതേ. നീ ആരാധിക്കുന്ന സ്തോത്രം അത്യുന്നതൻ നിനക്ക് വേണ്ടി ജീവിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവവചന സ്തോത്രം, ഈ ലോകത്തിൽ നിനക്ക് അനുകൂലമായ സാഹചര്യം ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും സ്തോത്രം, ഹാലലുയ, പലരും ഹാലലു നിന്നെ തള്ളിക്കളഞ്ഞാലും കണ്ടില്ലെന്ന് വെച്ചാലും നിന്നെ പാർഷ്യാലിറ്റി നിന്റെ ജീവിതത്തിലുണ്ടായാലും നിന്നെ വിഷമിപ്പിച്ചാലും നീ ഭാരണ്ട. ഉന്നതന് മീതെ ഉന്നതൻ, അവൻ്റെ മീതെ അത്യുന്നതനുണ്ട്. ഈ അത്യുന്നതനായ ദൈവത്തിൻ്റെ മറവിൽ എന്ത് ചെയ്യണമെന്നറിയാവോ? ഇവൻ്റെ മറവിലാണ് നാം വസിക്കേണ്ടത്. സ്തോത്രം. ഇവൻ്റെ മറവിലാണ് വസിക്കേണ്ടത്. ഉത്തമഗീതത്തിലൊരു വാക്യമുണ്ടല്ലോ, സ്തോത്രം, കടുംതൂക്കുകളുടെ മറവിലിരിക്കുന്ന പ്രാവേ. ആ പാറയുടെ പിളർപ്പിലെ ആ ശൂനേങ്കാരത്തി ഇരിക്കുന്ന ഒരു അനുഭവത്തെ പറ്റി അവിടെ വിവരിക്കുന്നുണ്ടെന്നറിയാവോ? ശൂനേങ്കാരത്തിയുടെ വീട്ടുകാരെ, നാട്ടുകാരെ, ആങ്ങളമാരെ, ദേശക്കാരെ, സ്തോത്രം, ശലൂമൻ രാജാവിൻ്റെ ആൾക്കാരും യെരൂശലേം പുത്രിമാരും ഒക്കെ വന്ന് വശീകരിച്ച് അവളെ കാന്തൽ നകത്തി, ഹാലലുയ, എല്ലാ പീഡയും സഹിച്ച്. സ്തോത്രം. ഉത്തമഗീതം ശരിക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. വീട്ടുകാർ, നാട്ടുകാർ, കാവൽക്കാർ, വഴിയെ പോന്നവർ എല്ലാവരും അടിച്ചും തൊഴിച്ചും എല്ലാം വിട്ടിട്ട് അവസാനം അവളൊപ്പം ഒരു പാവ പറന്നുപോയി കടും തൂക്കിൻ്റെ മറവിലിരിക്കുന്നത് പോലെ, സ്തോത്രം, അത്യുന്നതന്റെ മറവിൽ വേദനയോടിരിക്കുന്ന ദൈവമേ, സ്തോത്രം, ഈ താഴോട്ടുള്ള അനുഗ്രഹങ്ങൾ മുഴുവൻ നിനക്കുള്ളതാ. പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടി സഞ്ചരിക്കുന്ന മഹാമാരിയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 14,000 പേരും വരും, എങ്കിലും അത് നിന്നോട് അടുക്കത്തില്ല, അത് നിന്റെ കൂടാരത്തിലെടുക്കയില്ല. അവൻ നീ എവിടെയാണെന്നറിയോ? അത്യുന്നതന്റെ മറവില. സന്തോഷമുള്ള ദൈവമക്കളുടെ ദൈവത്തിന് സ്തോത്രം ചെയ്താൽ ഞാൻ വാക്കുകൾ ചുരുക്കുന്ന വചനങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.